ഹലോ. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ചെയ്യാനൊന്നും പറ്റാത്തൊരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റൂമൊക്കെ മാറി അതിൻ്റെ ഒരു തിരക്കായിരുന്നു. അപ്പോൾ കുറച്ച് വീഡിയോസിൻ്റെ താഴെ വന്ന കമൻറ്റ്സ് കേട്ടപ്പോൾ എനിക്ക് തോന്നി കുറേ ആൾക്കാർക്ക് ഇനിയും മാൾട്ടയിലോട്ട് വരാനുള്ള അവസരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാത്തതും ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാത്തതുമായിട്ടുള്ള കുറേ സംശയങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് യൂറോപ്യൻ കൺട്രീസിലോട്ട് നമ്മൾ നഴ്സായിട്ട് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അവിടത്തേതായിട്ടുള്ള കുറേ റിക്വയർമെൻറ്റ് നമ്മൾ മീറ്റ് ചെയ്തായിട്ട് വരും. അതുപോലെ തന്നെ മാൾട്ട നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഏത് രാജ്യത്ത് നമ്മൾ എത്ര വർഷം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും മാൾട്ടയിൽ വന്ന് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ രജിസ്ട്രേഷൻ മസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു കോഴ്സാണ് ബ്രിഡ്ജിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇത് കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഇതേ അനുഭവമായിരിക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയല്ല എന്ന് പറയുന്ന ഒത്തിരി ആൾക്കാർ കാണുമായിരിക്കും. പക്ഷേ എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ശരിക്കും നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് ആദ്യം നോക്കാം. നാട്ടിൽ നമ്മളിപ്പോൾ BSc അല്ലെങ്കിൽ GNM നഴ്സിംഗ് കഴിഞ്ഞവർക്ക് നമുക്ക് നഴ്സിംഗ് കൗൺസിലല്ല ബ്രിഡ്ജിങ് കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാം. അതിൽ 3.5 വർഷത്തെ GNM തന്നെ ആയിരിക്കണം കംപ്ലീറ്റ് ചെയ്തത്. 3 വർഷത്തെ കോഴ്സുകളുണ്ട്. 3.5 വർഷത്തെ GNM നഴ്സിംഗ് കഴിഞ്ഞവർക്കും BSc കഴിഞ്ഞവർക്കും, അതായത് MQF ലെവൽ 5 കോഴ്സാണിത്. അപ്പോൾ അതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ. അവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ബ്രിഡ്ജിങ് കോഴ്സിന് വേണ്ടിയിട്ട്. ഇനി ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ബിലോ 40 ആയിരിക്കണം, നോട്ട് മോർ ദാൻ 40 ഇയേഴ്സ് ആണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായിരുന്നാലും 40 വയസ്സിന് മേളിലോട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ചെയ്ത് കഴിഞ്ഞാലും അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മാക്സിമം ആ ഏജ് ലിമിറ്റ് കഴിയുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ല ഓപ്ഷൻ. അതിപ്പോൾ മാൾട്ടയിൽ മാത്രമല്ല എല്ലാ കൺട്രീസിനകത്തും അവരൊരു ഏജ് ലിമിറ്റ് പറയുന്നത് ഒരു കണക്കിന് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു പ്രോസസ്സിങ്ങിന് കൊടുത്താലും ഏജ് ഒരു പ്രശ്നമായിരിക്കും. അപ്പം ബിഫോർ 40 ഇയേഴ്സ് ആയിരിക്കും ബെസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ളത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 8 മന്ത്സ് ആണ് ബ്രിഡ്ജിങ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. അതിൽ ശരിക്കും ഒരു 4 മാസം കൊണ്ട് ഏകദേശം നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ക്ലാസ്സിൽ ചേരാൻ പറ്റും. അപ്പോൾ ഒരു പാർട്ട് ടൈം ആയിട്ട് നമുക്ക് വർക്കും ചെയ്യാം, ക്ലാസ്സിന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും. ആ ക്ലാസ്സുകളാണ് ഇവിടെ ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാം, നമുക്ക് പാർട്ട് ടൈം വർക്കും ചെയ്യാം. 8 മാസത്തെ കോഴ്സാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മെയിൻ സബ്ജക്റ്റുകൾ അതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് ഉണ്ട്, എൽഡർലി കെയർ ഉണ്ട്, മെൻ്റൽ ഹെൽത്ത് ഉണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ, പ്രൈമറി ആൻഡ് കമ്മ്യൂണിറ്റി കെയർ, പീഡിയാട്രിക് ആൻഡ് മെറ്റേണിറ്റി കെയർ. അപ്പോൾ ഇത്ര സബ്ജക്റ്റുകളാണ് മെയിനായിട്ടും നമുക്ക് ആ കോഴ്സിനുള്ളിലുള്ളത്. ഇതിൽ തന്നെ നമുക്ക് ഈ കോഴ്സിൻ്റെ കൂടെ നമുക്ക് അസസ്മെൻ്റ് എന്ന് പറയുന്നത് അവർ ഇവാലുവേഷൻ ക്രൈറ്റീരിയ ആയിട്ട് ചെയ്യുന്നതാണ് ക്വിസുകളും അസൈൻമെൻറ്റുകളാണ്. അസൈൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടിട്ട് അത് നമ്മൾ എന്തെങ്കിലും കോപ്പി റൈറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കി അത്രയും നല്ല ഇവാലുവേഷൻ അത്രയും സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ആ ഇവാലുവേഷൻ കഴിഞ്ഞിട്ട് വരുമ്പോൾ മാത്രമേ നമ്മുടെ റിസൾട്ട് വരുള്ളൂ. റിസൾട്ട് വന്നാൽ മാത്രമേ നമുക്ക് നഴ്സിംഗ് കൗൺസിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും ബ്രിഡ്ജിങ് കോഴ്സ് കഴിഞ്ഞാൽ നമുക്കൊരു എക്സാം കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. അതിന് പകരം ഈ അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇവാലുവേഷൻ വെച്ചിട്ടാണ് പിന്നെ അതിൻ്റെ കോഴ്സ് കംപ്ലീഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഒരു കോഴ്സിൻ്റെ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് 5250 യൂറോയാണ് ഇവിടുത്തെ കണക്കിൽ. ഇപ്പം നാട്ടിൽ നമുക്കൊരു ഏകദേശം 5 ലക്ഷം രൂപയോളം കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഫീസായിട്ട് പേ ചെയ്യാനുണ്ട്. ഇതൊരു ഫുൾ ടൈം കോഴ്സാണ്. പിന്നെ നോൺ യൂറോപ്യൻസിന് മാത്രമായിട്ടാണ് അവർ ഈ ബ്രിഡ്ജിങ് കോഴ്സ്, അല്ലെങ്കിൽ നേരത്തെ ഇത് അഡാപ്റ്റേഷൻ കോഴ്സായിരുന്നു അത് വെച്ചേക്കുന്നത്. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിജിബിലിറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ 3.5 ഇയേഴ്സ് GNM ആൻഡ് BSc നഴ്സിംഗ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യാം. രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഏതായാലും കമ്പനി, അതായത് നമുക്കിവിടെ അങ്ങനെ എനിക്ക് തോന്നുന്നു മുന്നേ കുറച്ചുകൂടി ഈസി ആയിരുന്നു ജോലി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. ഇപ്പോൾ എല്ലാ ഫീൽഡിലും റഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കുറച്ച് നാൾ ജോലിക്ക് വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന കമ്പനിയിൽ നമ്മൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് നമുക്കിവിടെ വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്ത് തന്നെ നമ്മൾ നഴ്സാക്കും. അപ്പോൾ അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടിയാൽ ഉടനെ തന്നെ നമുക്ക് വേറെ കമ്പനിയിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വേക്കൻസിക്ക് അനുസരിച്ച് അവർ നമ്മളെ ജോലിക്ക് വിളിക്കും. പിന്നെ ഈ സാലറിയും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, അത് ഏത് കമ്പനിയിലാണ്, അവരുടെ റൂൾസ്, അത് ചിലപ്പോൾ ചില കമ്പനികൾക്ക്, ഇപ്പം ഞാനൊക്കെ നിൽക്കുന്ന കമ്പനികൾക്ക് നമുക്ക് പാർട്ട് ടൈം അല്ലെങ്കിൽ ഓവർ ടൈം എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ പല കമ്പനീസിനും അപ്പോൾ അവർക്ക് ചിലപ്പോൾ സാലറി ബേസിക് പേ കൂടുതലും പക്ഷേ ഓവർ ടൈം ഇല്ലാത്ത ഇതായിരിക്കും. ചില കമ്പനീസ് എന്ന് പറഞ്ഞാൽ ബേസിക് പേ കുറച്ചിട്ട് ഓവർ ടൈം എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഏത് കമ്പനിയിലാണ് നമുക്ക് കിട്ടുന്നത് അതിനനുസരിച്ചായിരിക്കും. ചിലപ്പോൾ ഹോസ്പിറ്റലായിരിക്കും, ചിലപ്പോൾ കെയർ ഹോമുകളായിരിക്കും കിട്ടുന്നത്. പക്ഷെ നമ്മുടെ പൊസിഷൻ നഴ്സായിരിക്കും.
വർക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 6 മാസത്തോളം പ്രൊബേഷണറി പീരീഡ് ഉണ്ട്. ആ പീരീഡിലെന്ന് വെച്ചാൽ നമ്മളൊന്ന് ട്രെയിനിങ് നേഴ്സായിട്ട് അവരിടുള്ളൂ. രജിസ്ട്രേഷൻ്റെ ID കാർഡ് കാര്യങ്ങളെല്ലാം കിട്ടി കഴിയുന്നവരെ നമ്മുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് നേഴ്സായിരിക്കും. അതിന് ശരിക്കുള്ള നേഴ്സിനെക്കാട്ടി കുറച്ചും കൂടെ സാലറി കുറവായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതാണ് ഏകദേശം ഇപ്പോഴും നിലവിലുള്ള നഴ്സിങ്ങിൻ്റെ ഇവിടുത്തെ സാഹചര്യം. എന്ന് പറഞ്ഞാൽ വേക്കൻസി ഇല്ല എന്നല്ല, ഇവിടെ നിന്ന് ഒത്തിരി ആൾക്കാർ, അതായത് എപ്പോഴും പൊതുവേ ഉള്ള ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും മികച്ചതാണ് മറ്റു രാജ്യം. അതായത് മാൾട്ട എന്ന് പറഞ്ഞൊരു കുഞ്ഞൻ രാജ്യമാണ്. കുഞ്ഞൻ രാജ്യം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അതിൻ്റെതായ കുറേ നിയമപരിധികളും ഇവിടെ ഉണ്ട്. അപ്പോൾ ചില പുറത്തുള്ള രാജ്യങ്ങൾ നമ്മൾ പോയി കഴിഞ്ഞാൽ PR കിട്ടും, ഫാമിലിയെ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റും, കുട്ടികളുടെ പഠിത്തം എല്ലാം ഫ്രീ ആണ്, നമുക്ക് പെൻഷൻ കാര്യങ്ങൾ അങ്ങനത്തെ കുറേ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മാൾട്ട എന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാർ അഫോർഡ് ചെയ്യാനും പറ്റില്ല, അതിനനുസരിച്ച് അവർക്കുള്ള എല്ലാ റിക്വയർമെൻറ്റും മീറ്റ് ചെയ്യാനും പറ്റില്ല. പക്ഷേ നമുക്ക് വന്നെത്തിപ്പെടാൻ പറ്റുന്ന, പെട്ടെന്ന് നമുക്ക് വന്നെത്തി നമുക്കൊരു ജോലിയുടെ കാര്യങ്ങൾ സെറ്റാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓപ്ഷനാണ് മാൾട്ട. അത്യാവശ്യം നമ്മുടെ നാട്ടിലെ പോലത്തെ കാലാവസ്ഥയും കാര്യങ്ങളുണ്ട്. നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടൊന്നും സമ്പാദിച്ചില്ലെങ്കിലും നമ്മുടെ ഒരു എന്താ പറയുക, നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പോകാൻ പറ്റുന്നൊരു ഇതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള രാജ്യത്തെ അപേക്ഷിച്ച് ജീവിത ചെലവ് കുറച്ചുകൂടെ കുറവുള്ള രാജ്യം കൂടെയാണ്. അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടെ മാൾട്ടയ്ക്കുണ്ട്. എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇവിടെ നിന്ന്, അതായത് ഒരു യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് 1 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ്, അതായത് നേഴ്സായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് വേറെ കൺട്രീസിലോട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നോൺ യൂറോപ്യൻ രാജ്യത്ത് നിന്ന് പോകുന്നതിനെക്കാട്ടിൽ ഈസി ആയിട്ട് ഒരു യൂറോപ്യൻ രാജ്യത്ത് നിന്ന് നമുക്ക് മറ്റൊരു യൂറോപ്യൻ രാജ്യത്തോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഒത്തിരി ആൾക്കാർ അങ്ങനെ ഇവിടെ നിന്ന് തന്നെ UK-ലോട്ടോ അയർലൻഡിലോട്ടോ ഒക്കെ അപ്ലൈ ചെയ്ത് അങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ജർമ്മനി ഒക്കെ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും വേക്കൻസി വന്നുകൊണ്ടേയിരിക്കും. നിലവിലെ സാഹചര്യം കുറച്ച് ടൈറ്റ് ആണ് ജോലി കിട്ടാൻ വേണ്ടി. ഇപ്പോൾ എൻ്റെ ബാച്ചിൽ തന്നെ ഒത്തിരി ആൾക്കാർ നമ്മളിപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടും കൂടെ കിട്ടാതെ നിൽക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കിട്ടൂല എന്നല്ല, കിട്ടും, വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുടെ ഒരവസ്ഥയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അതൊരു നല്ലൊരു ഓപ്ഷനാണ് മാൾട്ട. അപ്പോൾ ഇതാണ് ഏകദേശം നമുക്കിവിടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും. അപ്പോൾ നമുക്കിപ്പോൾ വേക്കൻസിക്ക് അനുസരിച്ച് ഇപ്പോൾ ഇതൊന്നും അല്ല നമുക്ക് ബ്രിഡ്ജിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയും കാശില്ല എന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് നേഴ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കെയറർ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. കെയറർ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി അവർ കൂടുതലായിട്ടും പ്രിഫർ ചെയ്ത നേഴ്സുമാർ തന്നെയായിരിക്കും. നഴ്സിംഗ് രജിസ്ട്രേഷൻ നേഴ്സായിട്ട് നാട്ടിലെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളുള്ളവർക്ക് പെട്ടെന്ന് തന്നെ കെയറായിട്ട് ഇവിടെ കയറി പറ്റാൻ പറ്റും. ഇനി ഇവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ പൈസയൊക്കെ സമ്പാദിച്ചതിന് ശേഷം നിങ്ങൾക്ക് നേഴ്സായിട്ട് ബ്രിഡ്ജിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ അതേ ജോലിയിൽ തന്നെ നിൽക്കാം. കെയർ എന്ന് പറഞ്ഞാൽ അങ്ങനെ മോശമായിട്ടുള്ള ജോലിയിൽ നല്ല അത്യാവശ്യം എന്താ പറയുക, ജോലിക്കനുസരിച്ച് സാലറി ഉണ്ട്, ജോലിയും ഉണ്ടെന്നാണ് നല്ലതായിട്ട്. അങ്ങനെ നമുക്ക് കയറി പറ്റാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ് കെയറർ ജോലി എന്ന് പറയുന്നത്. സ്കോർ OET അല്ലെങ്കിൽ IELTS സ്കോർ നിർബന്ധമല്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും പല ഏജൻസികളും നമ്മളടുത്ത് പറയുക, നിങ്ങൾ കോഴ്സിന് ചേർന്നോ, OET അല്ലെങ്കിൽ IELTS പ്രശ്നമില്ല എന്നുള്ളത്. പക്ഷേ നാട്ടിൽ നിന്ന് നമ്മൾ OET അല്ലെങ്കിൽ IELTS എടുത്തിട്ട് വന്ന് നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ രജിസ്ട്രേഷൻ നഴ്സിംഗ് കൗൺസിലിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് OET അല്ലെങ്കിൽ IELTS സ്കോർ വാലിഡ് ആയിരിക്കണം. 2 വർഷത്തെ വാലിഡിറ്റിയാണുള്ളത്. അതിനിടയ്ക്ക് നമുക്ക് അത് വാലിഡ് ആയിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ. ഇനി അഥവാ നമുക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ വന്നിട്ട് OET അല്ലെങ്കിൽ IELTS ക്ലിയർ ചെയ്താൽ മതി. അതിന് മുന്നേ, അതായത് രജിസ്ട്രേഷൻ വെക്കുന്നതിന് മുന്നേ. അപ്പോൾ നമുക്ക് ഈ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് IELTS OET പഠിക്കാൻ പറ്റും. അപ്പോൾ IELTS ഓവറോൾ 6 വേണം, OET ആണെന്നുണ്ടെങ്കിൽ സ്പീക്കിങ്ങിന് BE വേണം, ബാക്കി 3 മൊഡ്യൂൾ, റീഡിങ് ലിസണിങ് റൈറ്റിങ്ങിന് C+ മതി. അപ്പോൾ ആ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ നാട്ടിൽ നിന്ന് കുറച്ച്, അതായത് ഒന്ന് പ്രിപ്പയർ ചെയ്ത് 1-2 പ്രാവശ്യം എഴുതി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാര്യം നമ്മൾ ഒരുവിധം ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചതിന് ശേഷം വരുന്നതായിരിക്കും എപ്പോഴും ബെസ്റ്റ്. കാര്യം നമ്മുടെ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂറോപ്യൻ കൺട്രിയിലാണ്. ഓൾമോസ്റ്റ് ആൾക്കാർ നമ്മളടുത്ത് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും. അപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ വിഷമിച്ച് നിൽക്കേണ്ട അവസ്ഥ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ അതിനൊന്ന് കോഴ്സിന് ചേർന്ന് IELTS OET ഒരു കോഴ്സിന് ചേർന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിരിക്കും. അത്രയും ചെയ്തതിന് ശേഷം വരുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. എന്ന് പറഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ആ സ്കോർ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. ഒരുവിധം നമുക്ക് ക്ലബ് ചെയ്യേണ്ട സ്കോറെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. അഥവാ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് OET അല്ലെങ്കിൽ IELTS എഴുതിയെടുക്കാൻ പറ്റും. എൻ്റെ കൂടെ തന്നെ എനിക്കറിയാമെന്നുള്ളത് വെച്ചാൽ നാട്ടിൽ നിന്ന് വന്നപ്പോൾ OET സ്കോർ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് കോഴ്സെല്ലാം കഴിയുന്ന സമയത്ത് ഏകദേശം എക്സ്പേർഡ് ആയിപ്പോയി. അപ്പോൾ അവരുടെ അടുത്ത് ഏജൻസിക്കാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് എഴുതാമെന്നുള്ളൊരു ഓപ്ഷൻ, അല്ലെങ്കിൽ ഇവിടെ OET നിർബന്ധമല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ രജിസ്ട്രേഷൻ പോകുന്നതിന് മുന്നേ നിർബന്ധമായിരുന്നു. ഒരു വീണ്ടും ഇവിടെ നിന്ന് എഴുതിയെടുക്കേണ്ടി വന്നു. എനിക്ക് നാട്ടിൽ എഴുതുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഈസി ആയിട്ട് സ്കോർ കിട്ടും ഇവിടെ വന്ന് എഴുതി. കാര്യം നമ്മൾ ഡെയിലി സംസാരിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കുറേ കൂടെ ഫെമിലിയർ ആവും ലാംഗ്വേജുമായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ചാൻസ് തന്നെ കിട്ടിയ ആൾക്കാരെ എനിക്കറിയാം ഇവിടെ വന്നതിന് ശേഷം.
അപ്പോൾ അതൊരു വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. നമസ്കാരം.